ഇന്ത്യൻ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ മുസ്ലിങ്ങൾ എങ്ങനെ തമസ്കരിക്കപ്പെട്ടു, അതാണ് പ്രധാനം. ഞാൻ അതിനെ ഫോക്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ നമ്മുടെ മ്യൂസിക് ചരിത്രങ്ങളൊക്കെ തന്നെ നമ്മുടേതല്ലാതായി മാറുന്ന ഒരു സാംസ്കാരിക പരിസരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ ഒരു കേന്ദ്രമായ കോഴിക്കോട് തന്നെ മുസ്ലിം സംഭാവനകൾ വേണ്ട രീതിയിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ല. ബാബുരാജ്, അബ്ദുൽ ഖാദർ, PM ഖാസിം പോലുള്ള ആൾക്കാരെ വളരെ ക്രൂരമായി തമസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ബാബുരാജ്, അബ്ദുൽ ഖാദറും PM ഖാസിമും കോഴിക്കോട് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പാടിയ ആൾക്കാരാണ്. 40 വർഷമായിട്ട് കോർപ്പറേഷൻ ഭരണം ഉണ്ടായിട്ട് പോലും അവർക്കൊരു സ്മാരകം ഇല്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഞങ്ങൾ അടുത്തുള്ള ആൾക്കാർ സംസാരിച്ചിട്ടും ഒരു ഫലവും കണ്ടില്ല. അവസാനം MT വാസുദേവൻ നായർ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടും ഏതാണ്ട് 2 വർഷം കഴിഞ്ഞ് ഇപ്പോഴും അതിൻ്റെ പണികളൊന്നും നീങ്ങിയില്ല. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. ഹിന്ദുസ്ഥാനി സംഗീതം അതിൻ്റെ തുടക്കകാലം മുതൽ ഈ രാജാക്കന്മാരായിരുന്നു അതിൻ്റെ പാട്രൺസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 13-ാം നൂറ്റാണ്ടിൽ ആണ്. വേണമെങ്കിൽ നമുക്കൊരു കാലഗണന വെച്ചിട്ട് 13-ാം നൂറ്റാണ്ട് പറയാം. 13-ാം നൂറ്റാണ്ടിൽ ശരിക്കും അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്തായിരുന്നു ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ ഒരു തുടക്കമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ തുടക്കം നമുക്കങ്ങനെ ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്ത് അമീർ ഖുസ്രു ആണ് ശരിക്കും പറഞ്ഞാൽ. അമീർ ഖുസ്രുവിനെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ പിതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആ വിശേഷണം എത്രത്തോളം ശരിയാണോന്ന് അറിയില്ല. നമുക്കിപ്പോൾ ഒരു ഇതുണ്ട്, പൊതുവെ ഒരാളെ നമ്മൾ അതിൻ്റെ ഒരു ഫാദറായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളത്. ആ പ്രഖ്യാപനം അത്രത്തോളം പൊളിറ്റിക്കലി കറക്റ്റ് ആണോന്ന് അറിയില്ല. പക്ഷെ അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്താണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ ഒരു റൈസ് ഉണ്ടായതെന്ന് പറയാം. അത് അമീർ ഖുസ്രു ഒരുപാട് നമുക്കറിയാം. ഈ ഖവാലി സംഗീതമൊക്കെ ശരിക്കും അമീർ ഖുസ്രു ആണ് തുടക്കം കുറിക്കുന്നത്. അതുപോലെ അമീർ ഖുസ്രു ഹിന്ദുസ്ഥാനി ഈ ഖയാലിൻ്റെ ഒക്കെ തുടക്കക്കാരൻ എന്ന രീതിയിൽ അമീർ ഖുസ്രു അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഈ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ ഒരു തരാന എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്. ആ തരാന ശരിക്കും അമീർ ഖുസ്രു ആണ്. അപ്പോൾ അമീർ ഖുസ്രു ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ ഏറ്റവും സംഭാവന നൽകിയ ആദ്യകാലത്തെ ഒരാളെന്ന് നമുക്ക് അമീർ ഖുസ്രുവിനെ കുറിച്ച് പറയാം. പിന്നീട് വന്ന മുസ്ലിം രാജാക്കന്മാരൊക്കെ തന്നെ ഇബ്രാഹിം, ആദിൽ ഷാ എന്ന് പറഞ്ഞൊരു രാജാവ്, അദ്ദേഹം കവിയായിരുന്നു, മ്യൂസീഷ്യനായിരുന്നു. പിന്നീട് അതിന് ശേഷമുണ്ടായ മുഹമ്മദ് ഷാ രംഗീലെ എന്ന് പറഞ്ഞൊരു രാജാവാണ്. അക്ബറിൻ്റെ മുമ്പാണെന്ന് തോന്നുന്നു അദ്ദേഹം. മുഹമ്മദ് ഷാ രംഗീലെ എന്ന് പറഞ്ഞൊരു രാജാവ്, അദ്ദേഹം വലിയ കവിയായിരുന്നു. മിക്ക രാജാക്കന്മാരും കവികളും മ്യൂസീഷ്യന്മാരൊക്കെയാണ്. ഈ വാജിദ് അലി ഷായെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാജിദ് അലി ഷായെ ചിലപ്പം കേൾക്കാത്തവരും ബാബുൽ മൊര എന്ന് പറഞ്ഞൊരു പാട്ട് കേട്ടിട്ടുണ്ടാവും. KL സൈകൾ പാടി, ജഗ്ജി സിംഗ് പാടി, അവസാനം നമ്മുടെ നജ്മൽ ബാബു ഒക്കെ പാടിയ പാട്ട് ബാബുൽ മൊര. അപ്പോൾ പറഞ്ഞു വരുന്നത് മുഹമ്മദ് ഷാ രംഗീലെ എന്ന് പറഞ്ഞ രാജാവ്, അദ്ദേഹം ഹി ഹിംസെൽഫ് വാസ് എ കമ്പോസർ, പോയറ്റ് ആൻഡ് സിംഗർ അതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോർട്ടിലാണ് ഈ ഖയാൽ എന്ന് പറഞ്ഞ മ്യൂസിക് ഫോം ആദ്യമായിട്ട് ഉണ്ടാവുന്നത്. ശരിക്കും ഹിന്ദുസ്ഥാനി നമുക്കറിയാം, ധ്രുപദ് മ്യൂസിക് ആയിരുന്നു. അക്ബറിൻ്റെ കൊട്ടാരത്തിലെ ധ്രുപദ് മ്യൂസിക്കാണ് ശരിക്കും ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ തുടക്കം എന്ന് പറയാം. ഈ ധ്രുപദ് മ്യൂസിക്കിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ധ്രുപദ് മ്യൂസിക് ഒരു ടെമ്പിൾ മ്യൂസിക്കിൽ നിന്നാണ് അത് എമേർജ് ചെയ്തത്. ശരിക്കും ഈ കർണാട്ടിക് മ്യൂസിക്കൊക്കെ നമുക്കറിയാം. കർണാട്ടിക് മ്യൂസിക്കൊക്കെ ഈ ക്ഷേത്ര കേന്ദ്രീകൃതമായ ഒരു സംഗീതമാണ് കർണാട്ടിക് മ്യൂസിക്. ക്ഷേത്രം വിട്ടിട്ട് ഒരു അസ്തിത്വമില്ല. അപ്പോൾ അതിന്ന് പറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളാണ് TM കൃഷ്ണനെ പോലുള്ള ആൾക്കാർ നടത്തുന്നതും അതിനെ ഇവിടുത്തെ ഒരു ബ്രാഹ്മണധാര എതിർക്കുന്നതും. അതാണ് ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക്കിലുള്ള വലിയൊരു തർക്കം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ നിന്നും ഭക്തിയിൽ നിന്നും കർണാട്ടിക് മ്യൂസിക്കിനെ വേർപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാവുന്നുണ്ട്. അപ്പം അതേപോലെ ഈ ധ്രുപദ് മ്യൂസിക്കിൽ അധികം കീർത്തനങ്ങളും ഇതുമാണ്. ദൈവസ്തുതി, ഇപ്പോൾ വിഷ്ണു സ്തുതികൾ, അതേപോലെ ഹിന്ദു ദേവീ ദേവന്മാരുടെ ഒക്കെ സ്തുതികളായിരുന്നു ഈ ധ്രുപദ് മ്യൂസിക്കിൽ. അപ്പോൾ ധ്രുപദ് മ്യൂസിക് ശരിക്കും വേറൊരു രീതിയിലൊക്കെ മാറ്റിയെടുത്തത് മിയാൻ താൻസനാണ്. അക്ബറിൻ്റെ കൊട്ടാരത്തിലെ മിയാൻ താൻസാണ്. ഈ മിയാൻ താൻസൻ തന്നെ ശരിക്കും ഒരു ഹിന്ദു മുസ്ലിം ഒരു കോമൺ ആയിട്ടുള്ളൊരു പാരമ്പര്യമുണ്ട്. മിയാൻ താൻസൻ, അതുപോലെ കബീർ ദാസ്,
ലലൻ ഫക്കീർ. ഈ 3 പേരെ നമുക്ക് എടുക്കാം. മിയാം താൻസൻ, കബീർദാസ്, ലലൻ ഫക്കീർ. ഈ 3 പേരും ഹിന്ദു മുസ്ലിം ഒരു രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരു കൾച്ചർ റെപ്രസെൻ്റ് ചെയ്തതാണ് ഈ 3 പേരും. അപ്പം താൻസൻ അദ്ദേഹം ഈ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത ഒരാളാണ് താൻസൻ. അപ്പോൾ താൻസനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ താൻസനെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പിതാവ് എന്നൊക്കെ ആൾക്കാർ വെറുതെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പം ഈ താൻസൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, അപ്പം നമ്മൾ ദർബാരി കന്നഡ രാഗം, ദർബാരി രാഗം എന്ന് വെച്ചാൽ താൻസൻ അക്ബറിൻ്റെ കൊട്ടാരത്തിൽ ഉണ്ടായതാണ്. ഓ ദുനിയാ കെ രഖ്വാലെ എന്നുള്ള പാട്ട് നമുക്ക് ഇഷ്ടമായിരിക്കും. ആ പാട്ട് ദർബാരി കന്നഡയിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള മിയാൻ കി മൽഹാർ രാഗം ട്രാൻസിൻ്റെ ക്രിയേഷനാണ്. അതുപോലെ ഈ ഒരുപാട് രാഗങ്ങൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളൊരു മിത്തും റിയാലിറ്റിയും ആയിട്ട് ഒരു കൂടിക്കഴിഞ്ഞൊരു ലൈഫാണ്. ശരിക്കും പറഞ്ഞാൽ കഥകളും ചരിത്രമൊക്കെ ഇടകലർന്നുള്ളൊരു ലൈഫാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം പാടിയിട്ട് വിളക്ക് കത്തിച്ചു എന്നൊക്കെയാണ്. ദീപക് രാഗം പാടി അദ്ദേഹം വിളക്ക് കത്തിച്ചു. പിന്നെ ആ വിളക്ക് കത്തിയിട്ട് അവിടെ ആകെ തീജാലകൾ പടർന്ന സമയത്ത് അത് കെടുത്താൻ വേണ്ടി മൽഹാർ രാഗം അദ്ദേഹം പഠിപ്പിച്ചു. മഴ പെയ്ച്ചു മൽഹാർ രാഗം കൊണ്ട്. അപ്പം ദീപക് രാഗം കൊണ്ട് വിളക്ക് കത്തിച്ച താൻസൻ അത് വലിയൊരു അഗ്നിയായിട്ട് വിഴുങ്ങുന്നു മനസ്സിലാക്കിയപ്പോൾ മൽഹാർ രാഗം പാടി മഴ പെയ്ച്ചത് കെടുത്തി നോക്കുക. അതൊക്കെ കഥകളാണ്. പക്ഷേ ദീപക് രാഗവും മൽഹാർ രാഗവും ഒക്കെ ക്രിയേറ്റ് ചെയ്തത് മിയാൻ താൻസൻ തന്നെയാണ്. അപ്പം പിന്നെ തോടി വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു രാഗമാണ്. തോടി രാഗം വളരെ കർണാട്ടിക് മ്യൂസിക്കിലൊക്കെ ഈ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരു രാഗമാണ് മിയാൻ കി തോടി രാഗം ശരിക്കും ടാൻസനാണ് അത് ക്രിയേറ്റ് ചെയ്തത്. ടാൻസൻ്റെ മകൻ ബിലാസ് ഖാൻ അദ്ദേഹം തോടി രാഗത്തെ പരിഷ്കരിച്ച് ബിലാസ് ഖാൻ കി തോടി എന്ന് പറഞ്ഞ ഒരു രാഗം ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ പല ഇതും. അപ്പം മിയാൻ താൻസന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കബീർദാസ് ശരിക്കും ഹിന്ദു മുസ്ലിം ഈ രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അക്കാലത്ത് ഈ ബ്രാഹ്മണരുടെ ഒക്കെ വലിയ ആക്രമണം നേരിട്ടാണ്. വാരാണസിയിൽ അദ്ദേഹം നിൽക്കാൻ സാധിച്ചില്ല, അദ്ദേഹം ഓടിക്കുക ചെയ്തത്. അപ്പോൾ ഞാൻ ആ ഒരു ചരിത്രം വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് ഇന്നത്തെ പോലെ അതേപോലെയുള്ള വർഗീയതയും ഇതൊക്കെ തന്നെ അക്കാലത്തും ഉണ്ടായിരുന്നു. അതിനെതിരായിരുന്നു ഈ കബീർ പോരാടിയിരുന്നത്. അപ്പോൾ കബീർദാസിൻ്റെ ദോഹകൾ, അദ്ദേഹത്തിൻ്റെ ഭജൻസ് അതൊക്കെ തന്നെ ഈ സൂഫി സംഗീതജ്ഞർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആബിദ പർവീനൊക്കെ പാടിയിട്ടുണ്ട്, കബീർദാസിൻ്റെ ഭജൻസ് പാടിയിട്ടുണ്ട്. അപ്പോൾ കബീർദാസ് അതേപോലെ ഫോക്ക് സോങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഫോക്ക് പാരമ്പര്യത്തിലും ഇദ്ദേഹത്തിൻ്റെ ഭജനുകളുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ദോഹകളൊക്കെ പാടുന്നുണ്ടായിരുന്നു. പിന്നെ ലലൻ ഫക്കീർ നമുക്കറിയാം, അദ്ദേഹം ബാവുൾ സംഗീതത്തിൻ്റെ തുടക്കക്കാരനാണ് ലലൻ ഫക്കീർ എന്ന് പറയുന്നത്. അദ്ദേഹം ഫേസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഹിന്ദു ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു തീർത്ഥാടന യാത്ര നടത്തി. അദ്ദേഹത്തിന് വസൂരി വന്ന സമയത്ത് അദ്ദേഹത്തെ ബന്ധുക്കളൊക്കെ ഉപേക്ഷിച്ച സമയത്ത് അദ്ദേഹത്തെ എടുത്തു വളർത്തിയ ഒരു മുസ്ലിം നെയ്ത്തു തൊഴിലാളികളാണ്. അപ്പോൾ അദ്ദേഹം അവരുടെ കൂടെ ജീവിച്ചു. വസൂരി മാറി തിരികെ വീട്ടിലെത്തിയ സമയത്ത് അദ്ദേഹത്തെ സ്വീകരിച്ചില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും, കാരണം മുസ്ലിം ഫാമിലിയിൽ കഴിഞ്ഞതുകൊണ്ട്. അങ്ങനെ അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് ഒരു സൂഫി ജീവിതം നയിക്കുകയും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ രൂപപ്പെടുത്തിയത്. അപ്പം ഈ കോമൺ ആയിട്ടുള്ള ഒരു ഇതെന്താന്ന് വെച്ചാൽ കബീർദാസിനെ എടുത്തു വളർത്തിയത് പിന്നെ ഈ മുസ്ലിം നെയ്ത്തു ദമ്പതികളാണ്. അതേപോലെ ലലൻ ഫക്കീർ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ബംഗ്ലാദേശിലൊക്കെ തന്നെ വർഗീയതക്കെതിരെയുള്ള ഒരു സംഗീതമായിട്ടൊക്കെ ഈ ലലൻ ഫക്കീറിൻ്റെ ഗാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഫരീദ പർവീൻ എന്ന് പറഞ്ഞൊരു ഗായികയുണ്ട് ബംഗ്ലാദേശിൻ്റെ, ഫരീദ പർവീൻ. അപ്പോൾ അവർ ഈ പാട്ട് അവിടെയുള്ള മുസ്ലിം വർഗീയവാദത്തെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ബംഗാളിൽ നമുക്കറിയാം, ഇപ്പോൾ ഹിന്ദു വർഗീയത അത് ഭയങ്കരധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ബംഗാൾ. അപ്പോൾ ബംഗാളിൽ ശരിക്കും ഈ ബാവുൾ മ്യൂസീഷ്യൻ്റെ പാട്ടുകളാണ് ശരിക്കും വർഗീയതക്കെതിരെ ഉപയോഗിക്കുന്നത്. അപ്പം ഈ ലലൻ ഫക്കീർ പറഞ്ഞൊരു കാര്യമുണ്ട്, സാധാരണയായിട്ട് ആൾക്കാർ പറയുന്നത് ദേവീദേവന്മാരെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങളാണ് സംഗീതത്തിൻ്റെ ഒരു ഹിസ്റ്ററിനെ നോക്കിയാൽ നമുക്ക് അങ്ങനെ അറിയാം.
അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ സംബന്ധിച്ച് മനുഷ്യനാണ് എൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ലലൻ ഫക്കീർ. ലലൻ ഫക്കീറിൻ്റെ ശരിക്കും അദ്ദേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ട ചരിത്രങ്ങളൊന്നുമില്ല. ഇതേപോലെ കബീർദാസിനെ കുറിച്ച് പറഞ്ഞ പോലെ എഴുതപ്പെട്ടതൊന്നുമില്ല. അദ്ദേഹം ആകെയുള്ളത് ഒരു 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 പിക്ചറാണ്, ഒരു ഫോട്ടോ. അത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ സഹോദരൻ ജ്യോതീന്ദ്രനാഥ് ടാഗോർ പത്മാനദിയിൽ ഒരു ഹൗസ് ബോട്ടിൽ ഇദ്ദേഹം ഇരിക്കുന്ന സമയത്ത് വരച്ച ഒരു ചിത്രം മാത്രമേ ലലൻ ഫക്കീറിൻ്റെതുള്ളൂ. ശരിക്കും പറഞ്ഞാലും ശരിക്കും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് ഏതാണ്ട് വിസ്മരിക്കപ്പെട്ടതിന് ശേഷം രവീന്ദ്രനാഥ് ടാഗോറാണ് ഇദ്ദേഹത്തെ പോപ്പുലറൈസ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ബാവുൾ പാട്ടുകൾ ഒരു മാസികയിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട് രവീന്ദ്രനാഥ് ടാഗോർ. അതിനുശേഷം ആണ് ഈ ബംഗാളി മധ്യവർഗത്തിൽ ഇദ്ദേഹത്തിന് പ്രചാരം കിട്ടുന്നത്. പിന്നീടാണ് ഈ ലലൻ ഫക്കീറിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ഉണ്ടാകുന്നത്. ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇതൊക്കെ ഓറൽ സിസ്റ്റമാണ്. പിന്നീട് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ച് ടാഗോറിൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ തന്നെ. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കോമൺ ഒരു മുസ്ലിം സംഭാവന എന്നൊക്കെ പറയുകയാണ് നമുക്ക്. അപ്പം ഈ രാജാക്കന്മാരുടെ ഈ കാലത്ത് ഉണ്ടായ ഒരു പാട്രണേജ്, കോർട്ട് പാട്രണേജ്, അതാണ് ശരിക്കും ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനെ താങ്ങി നിർത്തിയത്. അപ്പോൾ അതിൽ നമുക്ക് അവസാനത്തെ രാജാവായിട്ട് വാജിദ് അലി ഷായെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. വാജിദ് അലി ഷാ അദ്ദേഹം ഒരു കഥക് ഡാൻസറായിരുന്നു, അദ്ദേഹം ഒരു തുമ്രി സിംഗറായിരുന്നു, അദ്ദേഹം കവിയായിരുന്നു. ഈ അക്തർ പിയ എന്ന് പറഞ്ഞ ഒരു തൂലികാനാമത്തെ അദ്ദേഹം കവിതകൾ എഴുതുന്നു വാജിദ് അലി ഷാ. അദ്ദേഹം ഔദിലെ അവസാനത്തെ നവാബായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ചതിയിൽപ്പെട്ട് രാജ്യം നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം കൽക്കത്തയിലേക്ക് വരികയാണ്. ആ സമയത്താണ് അദ്ദേഹം ബാബുൽ മൊര എന്ന് നൈഹർ ചൂട്ടോ ഹിജായ ആ ഒരു തുമ്രി എഴുതുന്നത്. അപ്പം ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ലക്നൗ വിട്ട് ഏറ്റവും പുലർച്ചെ നിങ്ങൾ ലക്നൗ വിട്ട് പോകണം. ഈ ജനങ്ങൾ ആരെ അറിയിക്കാൻ പാടില്ല നിങ്ങൾ പോകുന്ന കാര്യം, കാരണം ജനങ്ങൾ തടയാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്ന്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ യാത്ര വളരെ നേരത്തെ ഏറ്റവും പുലർച്ചെ അദ്ദേഹം യാത്ര തുടങ്ങുന്നു. അപ്പോൾ ജനങ്ങളൊക്കെ പല രീതിയിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ യാത്ര മനസ്സിലാക്കുകയും എല്ലാവരും തടിച്ചുകൂടുകയും ചെയ്തു. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരം ഗായകൻ പാടിയ പാട്ടാണ് ബാബുൽ മൊര നൈഹർ ജൂട്ടോ ഹിജായ. അപ്പോൾ എല്ലാവരും കരയുകയായിരുന്നു ഈ പാട്ട് കേട്ടിട്ട്. അങ്ങനെ അദ്ദേഹം ലക്നൗന്ന് യാത്രയാവുകയാണ് ചെയ്യുന്നത്. ഭൈരവി രാഗത്തിലാണ് ഈ തുമ്രി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ചതിയിൽപ്പെട്ട് രാജ്യം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ദുഃഖം ഇദ്ദേഹത്തിൻ്റെ ഇതിലുണ്ടായിരുന്നു. അല്ലെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരെയും സാമ്രാജ്യ ശക്തിക്കെതിരെ എപ്പോഴും പൊരുതിയിട്ടുള്ളത് മുസ്ലിം ഒരു കൾച്ചറാണല്ലോ പൊതുവെ പറഞ്ഞാൽ. ഈ മുസ്ലിം ഇപ്പം നമ്മുടെ ഈ കോഴിക്കോടാണെങ്കിലും ഈ ഡച്ചുകാർക്കും ഫ്രഞ്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും ഒക്കെ എതിരെ പോരാടിയത് ശരിക്കും മുസ്ലിങ്ങളെ. എപ്പോഴും ഒരു പ്രതിപക്ഷം എന്നുള്ള ഒരു ഉണ്ടായത് എപ്പോഴും മുസ്ലിം കൾച്ചറാണ്. നമുക്ക് ആ ചരിത്രം എടുത്തു നോക്കിയാൽ കാണാം. ശരിക്കും ഒരു കാലത്തും ഒരു സാമ്രാജ്യത്വ ശക്തികളുടെ കൂടെ ഈ മുസ്ലിങ്ങൾ ചേർന്ന് നിന്നിട്ടില്ല. പക്ഷേ എന്നാലും മുസ്ലിങ്ങൾക്ക് നിരന്തരം രാജ്യസ്നേഹം തെളിയിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു വല്ലാത്തൊരു ഇത് ഉണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് ഈ വാജിദ് അലി ഷായുടെ ഒരു പ്രത്യേകത, സ്ത്രീകളെ സംഗീതവും നൃത്തവും പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പ്രോത്സാഹിപ്പിച്ച ആദ്യത്തെ രാജാവാണ് വാജിദ് അലി ഷാ. ഫരീഖാന എന്ന് പറഞ്ഞ ഒരു അപ്സരസുകളുടെ ഒരു എന്താ പറയുക വീട് എന്നൊക്കെ പറഞ്ഞൊരു ഇത് തുടങ്ങി. ആ ഫരീഖാനയിൽ നിന്ന് നൃത്തത്തിലും സംഗീതത്തിലും ബിരുദം നേടുന്ന ആൾക്കാർ, ബിരുദമല്ല പ്രാവീണ്യം നേടുന്ന ആൾക്കാരെ പ്യാരി എന്നൊരു പേരിലാണ് ഒരു പദവി കൊടുത്തിരുന്നു. അപ്പം ആദ്യമായിട്ട് സ്ത്രീകളെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ഈ വാജിദ് അലി ഷാ എന്ന് പറയുന്നത്. അദ്ദേഹം നല്ലൊരു കഥക് ഡാൻസറായിരുന്നു. അദ്ദേഹം ലക്നൗവിൽ നിന്ന് അദ്ദേഹത്തെ രാജ്യം നഷ്ടപ്പെട്ടിട്ട് പോകുന്നത് കൽക്കത്തയിലേക്കാണ് പോകുന്നത്. കൽക്കത്തയിലെ മദിയാബുർജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബ്രിട്ടീഷുകാർ ഏതാണ്ട് 12 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു വാർഷികമായിട്ട് ചെലവഴിക്കാനുള്ള പൈസയായിട്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം കൽക്കത്തയിൽ താമസമാക്കിയ സമയത്തും അദ്ദേഹം നൃത്തത്തിലും സംഗീതത്തിലൊക്കെയാണ് അദ്ദേഹം ചിലവഴിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹമായിരുന്നു ഈ സംഗീതത്തെ പ്രോത്സാഹിപ്പിച്ച അവസാനത്തെ രാജാവെന്ന് നമുക്ക് വാജിദ് അലി ഷായെ പറയാം. അപ്പം ഈ രാജാക്കന്മാരുടെ ഒരു ഇതിൽ വികസിച്ച ഇന്ത്യൻ സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം, അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് മുഗൾ രാജാക്കന്മാരുടെ അസ്തമയത്തോടെയാണ് ഏതാണ്ട് പറയുന്ന ഖയാൽ സംഗീതം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ
ഖയാൽ സംഗീതം ഫ്ലറിഷ് ചെയ്യുന്നത് മുഗൾ രാജാക്കന്മാരുടെ അസ്തമയത്തോടെയും പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഭരണം തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ എന്താണ് സങ്കടകരം, അതേസമയം നമുക്ക് പഠിക്കുന്ന സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ട് മുസ്ലിം സംഭാവനകൾ തമസ്കരിക്കാനുള്ളൊരു ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. അതിന് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ 2 പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നു അതിന് നിയോഗിക്കപ്പെട്ട്, 2 ബ്രാഹ്മണരായിരുന്നു. ഒന്ന് വിഷ്ണു ദിഗംബർ പലൂസ്കർ, പിന്നെ വിഷ്ണു നാരായൺ ഭാട്ഖാണ്ഡെ. നിങ്ങൾ ഹിസ്റ്ററി നോക്കിയാൽ കാണാം വിഷ്ണു ദിഗംബർ പലൂസ്കറും വിഷ്ണു നാരായൺ ഭാട്ഖാണ്ഡെയും. വിഷ്ണു ദിഗംബർ പലൂസ്കർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യനായിരുന്നു. അദ്ദേഹമാണ് ഈ ഗന്ധർവ വിദ്യാലയങ്ങൾ തുടങ്ങിയത്. അതായത് ഹിന്ദുസ്ഥാനി മ്യൂസിക് അതുവരെ ഓറൽ ട്രഡീഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്നു. അതാണ് നമ്മുടെ ഖരാനകൾ. ശരിക്കും ഈ ഖരാനയിലുള്ള പഠനം ഈ ഗുരു ശിഷ്യ ബന്ധമാണല്ലോ, നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസം, അതായിരുന്നു ഖരാനകൾ. അപ്പോൾ ആ ഖരാനകളിൽ നിന്ന് സംഗീതത്തെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് സംഗീതത്തെ ആധുനികമാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ വിഷ്ണു ദിഗംബർ പലൂസ്കർ ഹിന്ദുസ്ഥാനി സംഗീതത്തെ ചിട്ടപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ആ ചിട്ടപ്പെടുത്തിയതിന് പിന്നിൽ ചില അജണ്ടകൾ ഉണ്ടായിരുന്നു. പലപ്പോഴും ആ അജണ്ടകൾ മനസ്സിലാക്കാൻ ഈ അന്നത്തെ ഉസ്താദുമാർ അതിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അജണ്ട എന്താന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തെ മുസ്ലിം സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കുക, അതിനെ ഹിന്ദുവൽക്കരിക്കുക എന്നുള്ളതായിരുന്നു. ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലായിരുന്നു അത് സംഭവിച്ചത്. അപ്പം 1901 അല്ലെങ്കിൽ 2 ആ കാലത്താണ് ആദ്യമായിട്ടൊരു സംഗീത വിദ്യാലയം തുടങ്ങുന്നത്. അത് ലാഹോറിലാണ്, ഗന്ധർവ മഹാവിദ്യാലയം ലാഹോറിൽ തുടങ്ങുക. അപ്പം അതുവരെ ആൾക്കാർ സംഗീതം പഠിച്ചിരുന്നത് ഗുരുവിൻ്റെ വീടുകളിൽ നിന്നായിരുന്നു, ഖരാനകളിൽ നിന്നായിരുന്നു. അപ്പം ഖരാനകളിൽ നിന്ന് സംഗീതത്തെ മോചിപ്പിച്ച് ഒരു വെസ്റ്റേൺ മാതൃകയിൽ സംഗീതത്തെ നൊട്ടേഷൻ സമ്പ്രദായമൊക്കെ ഏർപ്പെടുത്തി ആ രീതിയിൽ സംഗീതത്തെ സ്ക്രിപ്റ്റഡ് ആക്കുക എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ദൗത്യം എന്ന് പറയുന്നത്, വിഷ്ണു ദിഗംബർ പലൂസ്കർ. ആ രീതിയിൽ അദ്ദേഹത്തെ വാഴ്ത്തപ്പെടുന്നത് അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതത്തെ സിസ്റ്റമാറ്റൈസ് ചെയ്തു എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള വലിയൊരു അജണ്ട, ഒരു ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനി സംഗീതത്തെ മുസ്ലിം സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നാണ്. അതിന് അവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ രസകരമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം ഈ ഉസ്താദുമാർ അവർ ഭയങ്കര ഇമ്മോറലാണ് എന്നാണ് പറഞ്ഞത്. ഇമ്മോറലാണ് മുസ്ലിം ഉസ്താദുമാർ എന്ന് പറഞ്ഞാൽ അവർ പിന്നെ നന്നായിട്ട് ലഹരി ഉപയോഗിക്കും, നന്നായിട്ട് സ്ത്രീകളായിട്ട് ഇടപെടും. അപ്പം ഈ ഇമ്മോറലായ സംഗീതത്തെ ഞങ്ങൾ മോറലാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിന്നിലുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയ സമയത്ത് അവർ പൊതുവെ ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യന്മാർ അവരെ കണ്ടിരുന്നത് എന്തൊക്കെ ഒരു നമ്മൾ പറയില്ല കൂത്താടുക, കൂത്തരങ്ങ് എന്നൊക്കെ പറയും, ഇമ്മോറലായുള്ള എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉള്ളൊരു സാധനമാണ്. എപ്പോഴും മൊറാലിറ്റിയുടെ ഒരു കണ്ണിലൂടെയായിരുന്നു ബ്രിട്ടീഷുകാർ നമ്മുടെ സംഗീതത്തെ കണ്ടിരുന്നത്. കാരണം ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് അവരുടെ വിക്ടോറിയൻ മൊറാലിറ്റിയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ആ ക്രൈറ്റീരിയ വെച്ച് അവർ നമ്മുടെ സംഗീതത്തെയും നമ്മുടെ നൃത്തത്തെയും നമ്മുടെ കഥക് ഡാൻസിനെയൊക്കെ അവർ ആ രീതിയിലാണ് കണ്ടിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് വിദ്യാഭ്യാസം കിട്ടിയ ആളായിരുന്നു ഈ പലൂസ്കറും ഭാട്ഖാണ്ഡെയും എന്ന് പറയുന്നത്. ഭാട്ഖാണ്ഡ തിയററ്റീഷ്യനായിരുന്നു. അദ്ദേഹമാണ് നൊട്ടേഷൻ സമ്പ്രദായമൊക്കെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ ഏർപ്പെടുത്തിയത്. ഇവർ രണ്ടുപേരും മറാത്ത ബ്രാഹ്മൺസ് ആണ്. ഈ മറാത്ത ബ്രാഹ്മൺസ് എന്ന് പറയുമ്പം മറാത്ത ബ്രാഹ്മൺസിൻ്റെ ബ്രെയിൻ ഉണ്ടായതാണല്ലോ നമ്മൾ RSS, അതേപോലെ. അപ്പം ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഒളിയ അജണ്ട അതായിരുന്നു ശരിക്കും. ഈ ഒളിയ അജണ്ടയെ ശരിക്കും ആദ്യമായിട്ട് പുറം ലോകത്ത് എത്തിച്ചത്, അത് കൃത്യമായിട്ട് കാര്യകാരണ സഹിതം എത്തിച്ച ഒരു സ്ത്രീയാണ്, ജാനകി ബാക്ലെ എന്ന് പറയും. ജാനകി ബാക്ലെയുടെ 2 Men and Music എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഗംഭീര പുസ്തകമാണ്. 2 Men and Music, ജാനകി ബാക്ലെ. ആ ജാനകി ബാക്ലെയുടെ ആ പുസ്തകത്തിൽ അവർ ശരിക്കും തുറന്നു പറയുന്നുണ്ട്, ശരിക്കും മുസ്ലിം ഉസ്താദുമാരെയും ഈ കോർട്ടീസന്മാരെയും അതൊന്ന് തവായിഫുകളെയും സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നടത്തിയ ഒരു പദ്ധതിയാണ്, വിഷ്ണു ദിഗംബർ പലൂസ്കറും ഭാട്ഖാണ്ഡെ നടത്തിയൊരു പദ്ധതിയാണ് അവർ ഉദാഹരണ സഹിതം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഈ മുസ്ലിങ്ങളുടെ സംഭാവനയിൽ ഒരു ഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് സ്ത്രീകളുടെ സംഭാവനയാണ്. സ്ത്രീകളുടെ നമ്മുടെ ഗ്രാമഫോണ് പാടിയത് ഒരു മുസ്ലിം സ്ത്രീയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ. നമുക്കറിയാം ആ സംഭവം. 1902 ഗ്രാമഫോൺ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് അതിൽ പാടിയത് ഗൗഹർ ജാൻ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. ഗൗഹർ ജാൻ
ഈ ഗൗഹർ ജാൻ അവർ മുസ്ലിം ആയിരുന്നില്ല, അവർ മുസ്ലിം ഇതിലേക്ക് അഞ്ജലീന യൊവാഡ് എന്നായിരുന്നു അവരുടെ പേര്. അവർ അർമീനിയക്കാരിയായ അവരുടെ അമ്മ അർമീനിയക്കാരിയായിരുന്നു. അപ്പം അർമീനിയക്കാരിയായ വിക്ടോറിയ യൊവാഡിൻ്റെ മകളാണ് അഞ്ജലീന യൊവാഡ്. അവരാണ് ഗൗഹർ ജാൻ എന്ന പേരിൽ ആദ്യമായിട്ട്, നമുക്ക് അത്ഭുതം ഉണ്ടാവും, ഗ്രാമഫോൺ ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്ത് ഒരു പുരുഷനല്ല, ഒരു സ്ത്രീയാണ്, അതും ഒരു മുസ്ലിം സ്ത്രീയാണ്. അതാണ് ഏറ്റവും കൗതുകകരമായൊരു കാര്യം. തുടർന്ന് വന്ന ഗ്രാമഫോൺ റെക്കോർഡുകളൊക്കെ തന്നെ മുസ്ലിം സ്ത്രീകളാണ് പാടിയിരുന്നത് എന്ന് പറഞ്ഞാൽ മലിക ജാൻ, അതുപോലെ മെഹബൂബ് ജാൻ, അങ്ങനെയുള്ള ഒരുപാട് ഗായികമാർ. ഈ ഗായികമാരൊക്കെ തന്നെ ശരിക്കും ബേസിക്കലി ഇവരൊക്കെ തവായിഫുകളായിരുന്നു. തവായിഫുകൾ നമുക്കറിയാം, ഈ പാട്ട് പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്ന സ്വതന്ത്ര ജീവിതം നയിച്ചിരുന്ന സ്ത്രീകളാണ് തവായിഫുകൾ. മുഗൾ സാമ്രാജ്യത്തിൻ്റെ തണലിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. കാരണം ഈ രാജാക്കന്മാർ ആണ് ഇവരെ പാട്രൺസ് ആയി നിന്നത്, ഈ തവായിഫുകളുടെ. അപ്പോൾ ഈ തവായിഫ് പാരമ്പര്യത്തിൽ വന്നുള്ള സ്ത്രീകളാണ് ആദ്യകാല ഹിന്ദുസ്ഥാനി ഗായികമാരായിട്ട് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഹിന്ദു സമൂഹത്തിലുള്ള സ്ത്രീകൾ സംഗീതം പഠിക്കാൻ തയ്യാറായിരുന്നില്ല. പൊതുവെ സംഗീതം വളരെ മോശമാണ്, സംഗീതം വളരെ ഇമ്മോറലാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്മോറലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമായിരുന്നു. അതുകൊണ്ട് റെസ്പെക്റ്റബിൾ പേഴ്സൺ ഫാമിലീസിലുള്ള സ്ത്രീകൾ സംഗീതം പഠിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് ഈ തവായിഫുകളായിരുന്നു ഈ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്നത്. ഈ സ്ത്രീകൾ സംഗീതം പഠിക്കാൻ തയ്യാറായത് ഞാൻ നേരത്തെ പറഞ്ഞ ഗന്ധർവ മഹാവിദ്യാലയങ്ങൾ ഇന്ത്യയിൽ വന്നതോട് കൂടിയിട്ടാണ്. ഈ 1902 സ്ഥാപിച്ച. അതിന് മുമ്പ് സ്ത്രീകൾ സംഗീതം പഠിക്കുന്നില്ല, പ്രത്യേകിച്ച് മധ്യവർഗ സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ സംഗീതം പഠിക്കുന്ന വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണെന്ന്. അപ്പം ഈ തവായിഫ് സ്ത്രീകളാണ് ഇന്ത്യയിൽ സംഗീതത്തെ, ഹിന്ദുസ്ഥാനി സംഗീതത്തെ ശരിക്കും താങ്ങി നിർത്തിയെന്നോ അതിൻ്റെ തുടക്കക്കാർ അതിനെ ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തത് ഉത്തരേന്ത്യയിലെ തവായിഫുകളും ദക്ഷിണേന്ത്യയിലെ ദേവദാസികളുമായിരുന്നു. ഇപ്പോൾ കർണാടക സംഗീതത്തിൻ്റെ വലിയ ഈ ബ്രാഹ്മണധാരയെക്കുറിച്ചൊക്കെ ഡിസ്കഷൻ നടക്കുന്നുണ്ടല്ലോ. ഈ ബ്രാഹ്മണധാരക്ക് ഒരു സംഭാവനയും ചെയ്തിട്ടില്ല തുടക്കത്തിൽ. എന്ന് പറഞ്ഞാൽ MS സുബ്ബലക്ഷ്മി, ML വസന്തകുമാരി, ഇതേപോലെയുള്ള ആൾക്കാരായിരുന്നു. DK പട്ടമ്മാൾ. DK പട്ടമ്മാളാണ് ആദ്യത്തെ ബ്രാഹ്മണ സ്ത്രീ. വീണാധനമ്മാൾ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ട്, നിങ്ങൾക്കറിയാൻ മതി. വീണാധനമ്മാളുടെ 5 തലമുറ നർത്തകികളും മ്യൂസീഷ്യന്മാരുമാണ്. അവർ ഈ ദേവദാസി പാരമ്പര്യത്തിൽ നിന്ന് വന്ന സ്ത്രീകളാണ്. അപ്പോൾ ആദ്യകാലത്തെ കർണാട്ടിക് ഗായികമാരൊക്കെ ദേവദാസി പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. കാരണം ഗ്രാമഫോണിൽ പാടാൻ തയ്യാറായിരുന്നില്ല മറ്റ് സ്ത്രീകൾ, പ്രത്യേകിച്ച് സോ കോൾഡ് റെസ്പെക്റ്റബിൾ ഫാമിലിയിലുള്ള ആൾക്കാർ തയ്യാറായിരുന്നില്ല. ഈ കർണാടക സംഗീതത്തിൽ ആദ്യമായിട്ട് ഗ്രാമഫോണിൽ പാടിയ ബ്രാഹ്മണ സ്ത്രീ DK പട്ടമ്മാളാണ്. അതിന് അവരെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കി. മധുരയിലായിരുന്നു ഇവരുടെ ഫാമിലി. അപ്പോൾ മധുരയിൽ നിന്ന് അവരെ ബ്രാഹ്മണ സമൂഹത്തിൽ നിന്ന് പുറത്താക്കി അവർ മദ്രാസിലേക്ക് വന്നിട്ട് മദ്രാസിലെ കുറച്ചു കാലം അജ്ഞാത ജീവിതം നയിക്കുകയും പിന്നീട് ഒരു ഫേമസ് ആയ സമയത്ത് ഈ ബ്രാഹ്മണ സമൂഹം അവരെ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നത്. അപ്പം ആദ്യകാലത്ത് കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഡോമിനേറ്റ് ചെയ്ത സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ കാര്യമായ സംഭാവനകൾ ചെയ്ത സ്ത്രീകളൊക്കെ തന്നെ നമ്മൾ ഈ അരികുവൽക്കരിക്കപ്പെട്ട സ്ത്രീകളായിരുന്നു. ഈ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട സ്ത്രീകളായിരുന്നു. അപ്പം ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഈ തവായിഫ് പാരമ്പര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരും അന്നത്തെ ഈ സോ കോൾഡ് ഹിന്ദുസ്ഥാ റിവൈവലിസമാണ് ശരിക്കും അന്ന് നടന്നിരുന്നത്. എന്ന് പറഞ്ഞാലും ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ ഈ വിഷ്ണു ദിഗംബര പലുസ്കറും ബാഡ്കാണ്ടയും ചേർന്ന് നൽകിയ പദ്ധതി, ആ പദ്ധതി ശരിക്കും പറഞ്ഞാൽ അതൊരു ആർട്ടിസ്റ്റിക് പ്രോജക്റ്റ് ആയിരുന്നില്ല, അതൊരു ഒളി അജണ്ട ആയിരുന്നു. ശരിക്കും ഒരു ഹിന്ദു വൽക്കരിക്കുകയായിരുന്നു സംഗീതത്തെ എന്ന് പറഞ്ഞാൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ അവർ ഈ ഖയാലിൽ നിന്ന് പകരമായിട്ട് ദ്രുപദിനെ പ്രതിഷ്ഠിക്കാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. ഈ ആര്യ സമാജം പോലുള്ള സംഘടനകൾ നിങ്ങൾ ഖയാൽ പാടരുത്, ദ്രുപദ് പാടണം എന്ന് പറഞ്ഞിരുന്നു. കാരണം ദ്രുപദ് ഈ ശിവസ്തുതികളും മറ്റുമാണ് ദ്രുപദ്. കാരണം ഹിന്ദു വൽക്കരിക്കുക എന്ന് പറഞ്ഞ ഒരു അജണ്ടയായിരുന്നു. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഈ പേർഷ്യൻ അറബിക് ടെക്സ്റ്റുകളെ സാൻസ്ക്രിറ്റ് ടെക്സ്റ്റായിട്ട് റീപ്ലേസ് ചെയ്യാന്നുള്ള ഒരു അജണ്ട അവർക്ക് ഉണ്ടായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പം അങ്ങനെ ഈ ബ്രിട്ടീഷുകാരായിട്ട് ചേർന്നിട്ട്
അക്കാലത്തെ മുസ്ലിം സംഭാവനകളെ തമസ്കരിക്കുന്ന ഒരിത്. അത് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ തവായിഫ് സ്ത്രീകളെ ബ്രിട്ടീഷുകാർ വല്ലാതെ ദ്രോഹിച്ചിരുന്നു. അതിന് കാരണം എന്താ അറിയുമോ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ തവായിഫ് സ്ത്രീകൾ അന്നത്തെ പോരാളികൾക്ക് സംഭാവനകൾ കൊടുത്തിരുന്നു, സഹായിച്ചിരുന്നു. ഇത് ബ്രിട്ടീഷുകാരിൽ വലിയൊരു വിരോധം തവായിഫുകൾ ഉണ്ടാക്കി. അപ്പോൾ ബ്രിട്ടീഷുകാരാണ് ആദ്യമായിട്ട് തവായിഫുകളെ വേശ്യകൾ എന്ന് വിളിക്കുന്നത്. വേശ്യകൾ എന്നാണ് ബ്രിട്ടീഷുകാർ വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും അവരങ്ങനെ വിളിക്കാൻ പാടില്ലാത്തതാണ്. അപ്പം അവരുടെ ഒരു വിക്ടോറിയൻ മൊറാലിറ്റി വെച്ചിട്ടാണ് ഈ തവായിഫ് സ്ത്രീകളെ അളക്കുന്നത്. ശരിക്കും തവായിഫ് സ്ത്രീകൾ പിന്നെ ഡാൻസേഴ്സാണ്, സിംഗേഴ്സാണ്, കമ്പോസേഴ്സാണ്, കവിതകൾ എഴുതുന്ന ഗസലുകൾ എഴുതുന്ന ഒരുപാട് തവായിഫ് സ്ത്രീകളുണ്ടായിരുന്നു, പല കമ്പോസേഴ്സൊക്കെ തന്നെ. അങ്ങനെ സ്വതന്ത്ര ജീവിതം നയിച്ചിരിക്കുന്ന ഒരു സ്ത്രീകളെ. പിന്നെ ഇവരുടെ സംരക്ഷകർ ഈ നവാബുമാരാണ്. ഈ നവാബുമാർ വരുന്ന സമയത്ത് നവാബുമാരുമായിട്ട് ഇവർക്കൊരു പ്രണയബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ ആണ് ഈ ബ്രിട്ടീഷുകാർ ഇങ്ങനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ അതുപോലെ ഈ നമ്മുടെ സ്വാതന്ത്ര്യ സമര നേതാക്കൾ, ഗാന്ധിജി അടക്കമുള്ള നേതാക്കളൊന്നും തവായിഫുകളെ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗാന്ധിജിക്കൊക്കെ തന്നെ എന്തുണ്ട്, ഒരു മൊറാലിറ്റി, ഒരു മധ്യവർഗ ഹിന്ദു മൊറാലിറ്റിയുടെ ഒരാളായിരുന്നല്ലോ ഗാന്ധിജി. അപ്പം ഗാന്ധിജിയൊക്കെ തന്നെ ഇവരെ വളരെ മോശപ്പെട്ട സ്ത്രീകളായിട്ടാണ് കരുതിയിരുന്നത്. അപ്പം സ്വാതന്ത്ര്യ സമര ഫണ്ടിലേക്ക് ഈ തവായിഫ് സ്ത്രീകൾ കൊടുത്തിരുന്ന പൈസ ഇവർ സ്വീകരിച്ചിരുന്നില്ല. അന്നത്തെ നമ്മൾ ഈ സോക്കോൾഡ് ആയിട്ടുള്ള ഗാന്ധിജി അടക്കമുള്ള അന്നത്തെ നാഷണലിസ്റ്റ് ലീഡേഴ്സ് സ്വീകരിച്ചിരുന്നില്ല. അപ്പോൾ അതിന് ഹിന്ദു മധ്യവർഗത്തിന് ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ നിലക്കും തമസ്കരിക്കപ്പെട്ടവരാണ് ഈ തവായിഫ് സ്ത്രീകൾ എന്ന് പറയുന്നത്. ഇപ്പം ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പാതകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ മുമ്പ് എഴുതിയിട്ടുണ്ട്. ഞാൻ ഡോക്ടർ രേണുകയും ചേർന്ന് എഴുതിയാണ്. ആ പുസ്തകം എഴുതുന്ന സമയത്ത് ഞങ്ങൾ നേരിട്ടൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഗായികമാരുണ്ട്. MS സുബലക്ഷ്മി മുതൽ ബേഗം അക്തർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഗ്രാമഫോൺ റെക്കോർഡിൽ പേരുകൾ മാത്രമുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ട്. തമസ്കരിക്കപ്പെട്ട ഗായികമാരാണ് കൂടുതലും ഉണ്ടായത്, ഹിന്ദുസ്ഥാനി സംഗീതത്തിലും കർണാടക സംഗീതത്തിലും ഉണ്ടായത്. ഇപ്പം മെഹബൂബ് ജാൻ എന്ന് പറഞ്ഞൊരു ഗായിക, അവരുടെ പേര് മാത്രമേ ഉള്ളൂ. അവർ എവിടെയാണ് ജീവിച്ച് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കില്ല. ഇങ്ങനെ തമസ്കരിക്കപ്പെട്ട സ്ത്രീകളുടെ ഒരു വലിയൊരു ഇത് തന്നെ നമുക്ക് കാണാം. അതിൽ കൂടുതൽ തവായിഫുകളാണ് കൂടുതൽ അതിന് ഇരയാക്കപ്പെട്ടത്. ഈ സബാദവാൻ എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്ററി സംവിധായകനുണ്ട്. അപ്പോൾ അവർ ദ അതർ സോങ് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണും. ദ അതർ സോങ് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം. അത് തവായിഫ് ഗായികമാരെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. പ്രത്യേകിച്ച് റസൂലൻ ബായി എന്ന് പറഞ്ഞ സ്ത്രീ, അവരൊരു തവായിഫ് പാരമ്പര്യത്തിൽപ്പെട്ട ഒരു ഗായികയായിരുന്നു. ഈ റസൂലൻ ബായി ശരിക്കും പറഞ്ഞാൽ അവർ ഒരു സിംഗർ എന്ന രീതിയിൽ വലിയ ഭയങ്കര കഴിവുള്ളൊരു ഗായികയായിരുന്നു. പക്ഷെ അവർക്ക് ദാരിദ്ര്യത്തിലാണ് അവർക്ക് മരിക്കേണ്ടി വന്നു. അവർ ആകാശവാണിയിൽ പാടാൻ വേണ്ടി ഒരു ചാൻസ് അവർക്ക് അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നു. എന്നിട്ട് ആകാശവാണിയിൽ അവർ അഡ്മിറ്റ് ചെയ്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വിവാഹ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടാണ്. ഈ തവായിഫ് സ്ത്രീകളൊക്കെ വിവാഹ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കിയാൽ നിങ്ങൾക്ക് ആകാശവാണിയിൽ പാടാം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ കാണാം, ഈ റസൂലൻ ബായ് നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ കാണാം, അവരത്രയും ഗ്രേറ്റ് സിംഗറാണ്. അവരിൽ നിന്നാണ് ഈ ബീഗം അക്തർ പോലെയുള്ള ആൾക്കാർ ഇൻസ്പയർഡ് ആയത്. അങ്ങനെയുള്ള ഈ സ്ത്രീ ആകാശവാണിയിൽ പാടാൻ അനുമതി കിട്ടായിട്ട് ലക്നൗ ആകാശവാണിയുടെ മുമ്പിൽ ഒരു ചായക്കട നടത്തിയിട്ടാണ് അവർ ഉപജീവനം കഴിച്ചിരുന്നത്. അവിടെ ഒരു കലാപം വന്ന സമയത്ത്, ഒരു ഹിന്ദു മുസ്ലിം കലാപം വന്ന സമയത്ത് ഈ ചായക്കട അന്നത്തെ ഹിന്ദു വർഗീയവാദികൾ അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ആലംബഹീനയായിട്ട് മരിച്ച ഒരു സ്ത്രീയാണ് ഈ റസൂലൻ ബായ് എന്ന് പറയുന്നത്. അവരെക്കുറിച്ചൊക്കെ ഈ ഡോക്യുമെൻ്ററിയിൽ പരാമർശിക്കുന്നുണ്ട്. ദ അതർ സോങ്. സബാദവാൻ എന്ന് പറഞ്ഞ സ്ത്രീയാണ്. ആ സബാദവാൻ്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് തവായിഫ് നാമ എന്നാണ്. തവായിഫ് നാമ 500 പേജുള്ളൊരു ബുക്കാണ്. എനിക്ക് തോന്നുന്നു വലിയൊരു സേവനമാണ് ഈ സബാദവാൻ ചെയ്തത്. കാരണം തവായിഫുകളുടെ കലാപാരമ്പര്യത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് തവായിഫ് നാമ എന്ന് പറയുന്നത്. അപ്പം പറഞ്ഞു വരുന്നത്,
ഈ തവായിഫ് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഈ മുഗൾ പാരമ്പര്യം ശരിക്കും അത് ഇസ്ലാമിക് പാരമ്പര്യം. ഇസ്ലാമിക് എന്ന് പറഞ്ഞാൽ നമ്മൾ മതപരമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ ഒരു മുസ്ലിം പാരമ്പര്യമാണ്. ആ പാരമ്പര്യം അവഗണിക്കപ്പെട്ടു എപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനെ പരിഷ്കരിക്കുക എന്ന പേരിൽ ഭാട്ഖാണ്ഡെയും പലൂസ്കറും നടത്തിയ ഒരു ശ്രമം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹിഡൻ അജണ്ട ആയിരുന്നു. ഉസ്താദുമാരെയും തവായിഫുകളെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ നിന്ന് പുറത്താക്കുക എന്നൊരു അജണ്ട ആയിരുന്നു അതുണ്ടായിരുന്നു. പിന്നെ പല ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യൻസും ഈ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ രാഗങ്ങൾ വായിക്കാൻ വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വളരെ കൗതുകരമായിട്ടൊരു കാര്യമായിട്ട് തോന്നും. അതായത് പേർഷ്യൻ രാഗങ്ങൾ ഇപ്പം ഉത്തരേന്ത്യയിലൊക്കെ ഓരോ സിറ്റിയുടെ ഒക്കെ പേര് മാറ്റുന്ന പോലെ തന്നെ, അതായത് പിന്നെ അലഹബാദിൻ്റെ ഒക്കെ പേരൊക്കെ മാറ്റിയില്ല, അതേപോലെയുള്ള പേര് മാറ്റുന്ന പോലെ തന്നെ അന്ന് ഈ പിന്നെ യമൻ രാഗ സൊഹാനി ഇങ്ങനെയുള്ള രാഗങ്ങൾ ഒരുപാട്, ഞാൻ 1-2 എക്സാമ്പിൾ പറഞ്ഞാണ്. ഇത്തരം രാഗങ്ങളൊക്കെ മുസ്ലിങ്ങൾ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ പേർഷ്യൻ ഒറിജിനാണെന്ന് പറഞ്ഞിട്ട് അത് പാടാതിരിക്കുകയും അവർ തന്നെ സ്വയം രാഗങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇതുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഉത്തരേന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഉത്തരേന്ത്യയിൽ ഒരു ഹിന്ദുത്വം എന്ന് ഇപ്പം നമ്മൾ പറയുന്ന ഒരു ഹിന്ദു അവരുടെ ഒരു ജീനിലുള്ള ഒരു സാധനമാണ് ശരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് ഒരിക്കലും സംഘപരിവാറിനെ പുറത്താക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവരെ കളക്റ്റീവ് അൺകോൺഷ്യസ്, CG യുങ് പറയുന്നവരെ കളക്റ്റീവ് അൺകോൺഷ്യസിലുള്ളതാണ് അവരെ ഹിന്ദുത്വ ബോധം എന്ന് പറയുന്നത് നോർത്തിൽ. അതുകൊണ്ട് ഭരണകൂടം മാറിയാൽ പോലും അവിടെ ഇനി കോൺഗ്രസ് വന്നാൽ പോലും അവരുടെ ഒരു അന്തർധാരയായിട്ട് അവരെ ഉറങ്ങിക്കിടക്കുന്ന അൺകോൺഷ്യസ് സൈക്കിൾ ആ സാധനം ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞത് അതിനെ ഞാൻ സംഗീതമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ബാബ അലാവുദ്ദീൻ ഖാൻ അല്ലേ? അലാവുദ്ദീൻ ഖാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ശരിക്കും ഹിന്ദുസ്ഥാനി സംഗീതത്തെ വല്ലാതെ മാറ്റിയൊരു വ്യക്തി. അതായത് ഉസ്താദുമാർ സാധാരണയായിട്ട് അവരുടെ മക്കൾക്ക്, മരുമക്കൾക്ക്, മറ്റു കുടുംബക്കാർക്ക് മാത്രമേ സംഗീതം പഠിപ്പിക്കാറുള്ളൂ. അതിനെ ബ്രേക്ക് ചെയ്ത ഒരാളാണ് അലാവുദ്ദീൻ ഖാൻ. അലാവുദ്ദീൻ ഖാനാണ് പണ്ഡിറ്റ് രവിശങ്കറിന് മ്യൂസിക് സംഗീതം പഠിപ്പിക്കുന്നതും ആ സംഗീതമാണ് വെസ്റ്റിലേക്ക് പടരുന്നതും. അങ്ങനെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന് വിദേശത്തേക്ക് പടരാനും ലോകത്തിന് മുമ്പിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക് അടയാളപ്പെടുത്തുകയും ചെയ്ത് ഈ ബാബ അലാവുദ്ദീൻ ഖാൻ പഠിപ്പിച്ച അദ്ദേഹത്തെ ശിഷ്യയായ രവിശങ്കറാണ്. രവിശങ്കർ പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൾ അന്നപൂർണയെ കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ഹിന്ദുത്വ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഈ അലാവുദ്ദീൻ ഖാന് ചിലപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പിക്ചർ കണ്ടിട്ടുണ്ടാവും. നമുക്ക് നെറ്റിൽ അടിച്ചു നോക്കി അദ്ദേഹം ഒരു പൈജാമ കുർത്തയൊക്കെ ഇട്ടിട്ട് തലയിൽ തൊപ്പിയൊക്കെ വെച്ച് താടിയൊക്കെ വളർത്തിയ ഒരു മുസല്യാരെ പോലെ നമുക്ക് തോന്നിക്കുന്ന ഒരു രൂപമാണ് ഈ അലാവുദ്ദീൻ ഖാൻ. അയാൾ നല്ല ഭക്തനായിരുന്നു. എല്ലാ നേരവും പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്നൊക്കെ ഒരാളാണ് ഈ അലാവുദ്ദീൻ ഖാൻ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ മൈഹർ മധ്യപ്രദേശിലെ മൈഹർ എന്ന സ്ഥലത്ത് അദ്ദേഹം താമസാക്കുന്നത്. മൈഹറിലെ അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോവും, പൂജ നടത്തും. ഇങ്ങനെയുള്ള വ്യക്തി നിസ്കരിക്കുകയും ചെയ്യും. വല്ലാത്തൊരു അത്ഭുതമാണ് ഈ അലാവുദ്ദീൻ ഖാൻ്റെ ലൈഫ് എന്ന് പറഞ്ഞത്. അപ്പം മൈഹറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലത്തിൽ ഇദ്ദേഹം ആദ്യ സമയത്ത് ഫസ്റ്റിൽ ഇദ്ദേഹം പോയ സമയത്ത് പൂജാരി ഇയാളെ പുറത്താക്കിയ സമയത്ത് ഇദ്ദേഹം തിരിച്ചു വന്നു. അപ്പോൾ അന്ന് രാത്രി പൂജാരി സ്വപ്നം കണ്ടത്രേ നിങ്ങളുടെ അടുത്ത് വന്ന ഒരു യഥാർത്ഥ ഭക്തനാണെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം പൂജാരി ഇയാളെ പോയി കണ്ട് ഇയാളെ ആ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്, മൈഹറിലെ ക്ഷേത്രത്തിലേക്ക്. അപ്പം ഇദ്ദേഹം ഈ അന്നപൂർണയെ ശരിക്കും ഈ അന്നപൂർണ എന്നുള്ള പേരിട്ടത് മൈഹർ രാജാവാണ്. ഇദ്ദേഹം ഇട്ടിരുന്ന പേര് റോഷ്നാര എന്നാണ് മകൾക്ക് ഇട്ടിരുന്ന പേര്, റോഷ്നാര. പക്ഷെ ആ റോഷ്നാര എന്നുള്ള പേര് ഇല്ലാതാവുകയും അന്നപൂർണ എന്നുള്ള പേരിൽ ഇദ്ദേഹം ഈ പെൺകുട്ടി അറിയപ്പെടുകയും ചെയ്തു. ഈ രവിശങ്കറിനെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ കുട്ടി ഹിന്ദുമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് ഈ വിവാഹം നടക്കുന്നത്. അപ്പം ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരേ സമയം അദ്ദേഹം ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ടോ? ഹജ്ജ് ചെയ്ത മനുഷ്യൻ കൂടിയാണ്, അതും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഈ അലാവുദ്ദീൻ ഖാൻ. ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യന് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ക്ഷേത്രത്തിൽ പോയിട്ട് ആരാധിക്കുന്നുണ്ട്, പൂജ നടത്തുന്നുണ്ട്, അതൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നോർത്തിലെ ഒരു ബോധം എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ സൈക്കിയിലേക്ക് പെനട്രേറ്റ് ചെയ്ത് വരുന്നതാണെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്.
അലാവുദ്ദീൻ ഖാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൂർവികർ ബ്രാഹ്മണരായിരുന്നു എന്ന്. അപ്പം ഈ ബ്രാഹ്മണ പാരമ്പര്യത്തിൽ വലിയ എന്താ അഭിമാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, അദ്ദേഹം മുസ്ലിം ആയിരുന്നെങ്കിൽ പോലും. അപ്പം അതുപോലെയാണ് ബിസ്മില്ല ഖാൻ. നമുക്കറിയാം ബിസ്മില്ല ഖാൻ അദ്ദേഹം പാടിയിരുന്ന കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ അതിൻ്റെ മുമ്പിൽ വെച്ചാണ്. അപ്പം അദ്ദേഹം പറയുന്നത് എനിക്ക് വിശ്വനാഥൻ്റെ മുമ്പിൽ പാടണം, അല്ലെങ്കിൽ എൻ്റെ ഷഹനായി വായിക്കണം, അത് അങ്ങനെ പാടിയാലേ എനിക്ക് വല്ലാത്തൊരു സുഖം കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതേപോലെ നിസ്കരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ രൂപം കണ്ടാൽ തന്നെ മതനിഷ്ഠയുള്ള ആളാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹം അതേസമയം കാശി വിശ്വനാഥനെ അദ്ദേഹം ആരാധിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് ഈ നോർത്തിൽ അങ്ങനെ മുസ്ലിങ്ങൾക്ക് പോലും ഈ ഒരു ഹിന്ദു സ്വാധീനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത സമയത്ത് സാധാ ഹിന്ദുക്കളുടെ കാര്യം എന്തായിരിക്കും? അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഹിന്ദുസ്ഥാനി ഇതിൽ നടന്ന ഈ മാറ്റങ്ങൾ, ഈ പരിഷ്കരണങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു റിവൈവലിസ്റ്റ് അജണ്ടയെ ഒളിച്ചു കടത്തുന്നതായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ശരിക്കും ഇതിൽ തമസ്കരിക്കപ്പെട്ടത് ഈ ഖരാനകളുടെ മുസ്ലിങ്ങൾ നൽകിയ സംഭാവനകളായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, നമ്മുടെ ഈ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലെ ചില പണ്ഡിറ്റുകൾ എന്ന് പറഞ്ഞാൽ കുമാർ ഗന്ധർവ, ഭീംസൻ ജോഷി, ഞാൻ 1-2 ആൾക്കാർ ഉദാഹരണം പറയാണ്. ഭീംസൻ ജോഷി, കുമാർ ഗന്ധർവയും ജസ്രാജ്, ഈ 3 പേരെ നമ്മൾ എടുത്തു നോക്കുക. ഈ 3 പേര് ഖയാൽ പാടുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവർക്ക് ഖയാലിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടം ഭജൻസ് പാടാനാണ് ഇഷ്ടം, ഭജനാണ് ഇവർക്ക് ഇഷ്ടം. അതിന് കാരണം എന്ന് വെച്ചാൽ ഖയാൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം ഒരു പാരമ്പര്യം ഖയാലിനുണ്ട്. അപ്പം ഭജൻ ബേസിക്കലി ഹിന്ദു സാധനമാണല്ലോ. അപ്പം ഭീംസൻ ജോഷി ആണെങ്കിൽ ഭീംസൻ ജോഷിൻ്റെ ഗുരു എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് സവായ് ഗന്ധർവയാണ്. സവായ് ഗന്ധർവയുടെ ഗുരു അബ്ദുൽ കരീം ഖാനാണ്. ശരിക്കും പറഞ്ഞാൽ ഖരാന പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഖരാന പാരമ്പര്യത്തിൽ നിന്ന് ഒന്നാണ് ഭീംസൻ ജോഷി. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗുരു ഒരു മുസ്ലിം ആണ് എന്ന് പറഞ്ഞാൽ അബ്ദുൽ കരീം ഖാൻ്റെ വേരിൽ നിന്ന് വരുന്ന ശാഖകളാണ് ഇവരൊക്കെ. പക്ഷെ ഇവരെ ഇഷ്ടപ്പെട്ടിരുന്നത് ഇവർ ഭജൻസ് പാടാനാണ്. ശരിക്കും കുമാർ ഗന്ധർവ അസാധ്യ സിംഗറാണ്. കാരണം അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ലങ്സ് ഒറ്റ ശ്വാസകോശം കൊണ്ട് പാടിയ ആളാണ്. ഒരു ലങ് പോയിട്ട് പാടിയ ആളാണ്. ഒരു ശ്വാസകോശം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ കുമാർ ഗന്ധർവക്ക്. അങ്ങനെ പാടിയൊരു ഭയങ്കര അത്ഭുതമുള്ള, ഭയങ്കര ഒരു അസാമാന്യ കഴിവുള്ള ഒരു സിംഗറായിരുന്നു കുമാർ ഗന്ധർവ. ഇപ്പം അടുത്താണ് അദ്ദേഹത്തിൻ്റെ 100ാം വാർഷികം ഇത് കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹം ശരിക്കും ഭജൻസ് ആണ് അദ്ദേഹം പാടിയത്. കബീർദാസിൻ്റെ നിർഗുൺ ഭജൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഫോംലെസ്നെസ്സിനെ കുറിച്ച് പറയുന്ന ഭജൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ തന്നെ. നമുക്ക് അതുപോലെ ഭീംസൻ ജോഷിയും ഈ 3 പേരും. അപ്പോൾ ഇതൊക്കെ വളരെ നമ്മുടെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വളരെ കൗതുകം ഉളവാക്കുന്ന ഒരു സംഗതിയായിട്ട് നമുക്ക് ഇതിനെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബാബാ അലാവുദ്ദീൻ ഖാനിലേക്ക് ഞാൻ വരാം, കുറച്ച് സമയം കൂടിയേ ഉള്ളൂ, അതിനുള്ളിൽ നിർത്താം. അപ്പോൾ അലാവുദ്ദീൻ ഖാനാണ് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനെ എന്താ പറയുക, അതിൻ്റെ ഒരു നമ്മുടെ വടവൃക്ഷം എന്നൊക്കെ പറയില്ല, അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ശിഷ്യന്മാരാണ് നിഖിൽ ബാനർജി, അദ്ദേഹത്തിൻ്റെ മകളുടെ ശിഷ്യയാണ് ഹരിപ്രസാദ് ചൗരസ്യ എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും. ബാബാ അലാവുദ്ദീൻ ഖാൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഏതാണ്ട് ഒരു 10-50ഓളം ഉപകരണങ്ങൾ അദ്ദേഹം വായിക്കാൻ അറിയാം. എല്ലാ ഉപകരണവും അദ്ദേഹം വായിക്കും. അദ്ദേഹം വായിക്കാത്തൊരു ഉപകരണമില്ല. വയലിനും ഒക്കെ വായിക്കും അദ്ദേഹം. വയലിന്, മൃദംഗം, പിന്നെ ധോലക്ക്, തബല എന്ന് പറഞ്ഞ അദ്ദേഹം ബേസിക്കലി ഒരു സരോദ് പ്ലെയർ ആയിരുന്നു. അപ്പോൾ സരോദ്, സിത്താറ്, സാരംഗി, സന്തൂർ എല്ലാ ഉപകരണങ്ങളും അദ്ദേഹം വായിക്കും. അപ്പോൾ അദ്ദേഹം ഓരോ ശിഷ്യന്മാരെ ഒരേ രീതിയിലാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ അലി അക്ബർ ഖാന് അദ്ദേഹം സരോദ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ആ രീതിയല്ല അദ്ദേഹം മറ്റൊരു ശിഷ്യനെ പഠിപ്പിക്കുന്ന സമയത്ത്. അദ്ദേഹം സിത്താറ് പഠിപ്പിക്കുന്നത് രവിശങ്കറിനെയാണ്. സൂർബഹാറാണ് മകളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കണം, സരോദ് പഠിക്കുന്നത് മകൻ അലി അക്ബർ ഖാന്, മറ്റൊരു മകളെ പഠിപ്പിക്കുന്നത് സുർബഹാറാണ്, രവിശങ്കറിനെ പഠിപ്പിക്കുന്ന സിത്താറാണ്, നിഖിൽ ബാനർജിയെ സിത്താറ് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഇൻസ്ട്രുമെൻറ്റിലും മാസ്റ്ററായിട്ടുള്ളൊരു വ്യക്തിയാണ്
അദ്ദേഹം അലാവുദ്ദീൻ ഖാൻ. ആ അലാവുദ്ദീൻ ഖാൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരു വ്യക്തി. പിന്നെ ഒരുപാട് പറയേണ്ട ഒരു വിഷയമാണ്. ഇതിവിടെ സമയപരിധി കൊണ്ട് ഇതിപ്പം ഇങ്ങനെയുള്ള ചെറിയൊരു സെഷൻ നമുക്ക് പറയാൻ പറ്റുന്നില്ല, ഇവിടെ നിർത്തുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് ഒന്നാമത് ഞാനൊരു പ്രാസംഗികനല്ല, അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടാവും, പ്രസംഗിച്ച ശീലമല്ല. അപ്പം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും സംസാരിക്കാനും പറ്റിയതിൽ ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു.